ഈ വീഡിയോയിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഈ പ്രോബ്ലംസ് എല്ലാം വളരെ ഈസി പ്രോബ്ലംസ് ആണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമാണ്. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ അതിരിക്കുന്നത് y = mx + b ആ ഫോമിലാണ്. എന്ന് വെച്ചാൽ ഇവിടെ m എന്ന് പറയുന്നതാണ് സ്ലോപ്പ്, b എന്ന് പറയുന്നതാണ് y ഇന്റർസെപ്റ്റ്. y ഇന്റർസെപ്റ്റിന്റെ അർത്ഥം ഇതാണ്. ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ y ആക്സിസിൽ എവിടെയാണ് അത് കട്ട് ചെയ്യണമെന്നാണ് ശരിക്കും. അത് നമ്മൾ ഈ ഇക്വേഷൻ എഴുതാനൊക്കെ അറിയണമെന്നില്ല, പക്ഷെ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ എക്സ് ആക്സിസിൽ എവിടെ കട്ട് ചെയ്യുന്നതാണ് എക്സ്. ഈ പോയിന്റാണ് എക്സ് ഇന്റർസെപ്റ്റ് എന്നും ഈ പോയിന്റാണ് y ഇന്റർസെപ്റ്റ് എന്നും പറയുന്നത്. അപ്പോൾ അവിടെ ആ പോയിന്റിൽ എക്സ് 0 ആയിരിക്കുമല്ലോ. y ആക്സിസിൽ ഒരു പോയിന്റ് ആണെങ്കിൽ അതിന്റെ എക്സ് 0 ആയിരിക്കും. അപ്പോൾ y മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഈ പോയിന്റിൽ എക്സ് ആക്സിസിൽ കിടക്കുന്നതുകൊണ്ട് y 0 ആയിരിക്കും, എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. അതുപോലെ നമുക്ക് വേറെ ഒരു ഫോം ഉള്ളത് പോയിന്റ് സ്ലോപ്പ് ഫോമാണ്. പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ കേസിൽ സ്ലോപ്പും നമുക്കറിയാം, y ഇന്റർസെപ്റ്റും അറിയാമെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. കാരണം വെച്ചാൽ എമ്മും അറിയാം, ബിയും അറിയാം. അപ്പോൾ അവിടെ ഈ ഇക്വേഷൻ എഴുതാൻ പറ്റും. പോയിന്റ് സ്ലോപ്പ് ഫോമിൽ നമുക്ക് എം അറിയാം, പക്ഷേ y ഇന്റർസെപ്റ്റ് അറിയാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു പോയിന്റ് അറിയാം, അപ്പോൾ എമ്മും അറിയാം, x1 y1 എന്ന് പറഞ്ഞാൽ സം പോയിന്റ് ഓൺ ദിസ് ലൈൻ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ കേസിൽ പോയിന്റ് സ്ലോപ്പ് ഫോമിൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും. y - y1 എന്ന് പറഞ്ഞാൽ ഇത് = സ്ലോപ്പ് ടൈംസ് x മൈനസ് ഈ x1. അതാണ് പോയിന്റ് സ്ലോപ്പ് ഫോം. ഓക്കെ, ഇനി ഇന്റർസെപ്റ്റ് ഫോം എന്നാണ് അതിൻ്റെ പേര്. ഇന്റർസെപ്റ്റ് ഫോം. ഓക്കെ, ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഇത് ഇപ്പം ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് ഇന്റർസെപ്റ്റ് ഇതും അറിയാം, ഇതും അറിയാം. എക്സ് ഇന്റർസെപ്റ്റിന് സാധാരണ നമ്മൾ എ എന്നും y ഇന്റർസെപ്റ്റിന് ബി എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: x/a + y/b = 1. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ അകത്ത് എല്ലാ ഇക്വേഷൻസിലും വൈയും എക്സും അതേപോലെ തന്നെ ഇരിക്കും. ബാക്കിയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ എക്സ്, ഈ വൈ, അതിലിവിടെ എക്സും വൈക്കും നമ്മൾ ഒന്നും ചെയ്യൂല. എക്സും വൈയും അതുപോലെ ഇടും, പക്ഷേ ബാക്കി വാല്യൂസ് അറിയണത്. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ സ്ലോപ്പ് എം ആണ്, ബി ആണ് y ഇന്റർസെപ്റ്റ്. അത് രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ കേസിൽ പോയിന്റ് സ്ലോപ്പ് ഫോം കേസിൽ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അതുപോലെ y1ഉം x1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സും വൈയും അതുപോലെ തന്നെ ഉണ്ടാവും. ഈ കേസിലാണെങ്കിൽ എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത് നോക്ക്. റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ that passes through AB and slope M എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സ്ലോപ്പ് എമ്മും പോയിന്റ് x1 y1 പകരം എ ബി എന്ന് തന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം x1 എയും y1 ബിയും ആണെന്നാണ് അർത്ഥം. അപ്പോൾ സ്ലോപ്പും അറിയാം, ഒരു പോയിന്റും അറിയാം. അപ്പോൾ അതിൻ്റെ നമ്മൾ ഏത് ഇക്വേഷൻ എഴുതണമെന്ന് തിരഞ്ഞെടുക്കുന്നത് നമുക്ക് എന്ത് കാര്യം അറിയാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നമുക്ക് സ്ലോപ്പും പോയിന്റും അറിയണതുകൊണ്ട് നമ്മൾ പോയിന്റ് സ്ലോപ്പ് ഫോമാണ് ചൂസ് ചെയ്യേണ്ടത്. പോയിന്റ് സ്ലോപ്പ് ഫോം എങ്ങനെയാണ്? y-y1 ഇവിടെ എന്താണ്? ബി ആണ്. y - b = സ്ലോപ്പ് എം തന്നെ ഇട്ടേക്കണം. സോ എം ടൈംസ് എക്സ് മൈനസ് x1 പകരം എ ആണ്. ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇവിടെ എയും ബിയും തന്നെന്ന് വിചാരിച്ചാൽ അത് ഈ എയും ബിയും ആണെന്ന് അർത്ഥമില്ല. ഈ എയും ബിയും ആ എയും ബിയും തമ്മിൽ ബന്ധമില്ല. ആ പോയിന്റിന് എന്നും x1 എന്നും y1 ബിന്നും പേര് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുക? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ഹാവിംഗ് x and y ഇന്റർസെപ്റ്റ്സ് 2 and 3. ഇതാണ് ഇവിടെ എ ബി. അതാണ് ഈ തേർഡ് കേസ്. x ഇന്റർസെപ്റ്റ് 2ഉം y ഇന്റർസെപ്റ്റ് 3ഉം. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? x/a + y/b = 1 ആണല്ലോ. അപ്പോൾ എ എന്താണ് ഇവിടെ ഈ കേസിൽ? x/2 y 3 ആണ്. 3 = 1. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ്: റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ ഹാവിംഗ് സ്ലോപ്പ് ഹാഫ് ആൻഡ് y ഇന്റർസെപ്റ്റ് -3. ഇപ്പോൾ ഇവിടെ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് അറിയണത് സ്ലോപ്പാണ്. സ്ലോപ്പ് എത്രയാണ്? -1/2.
വൈ ഇന്റർസെപ്റ്റ് അറിയാം, വൈ ഇന്റർസെപ്റ്റ് ബി എന്നാണ് നമ്മൾ റെപ്രസെന്റ് -3. അപ്പോൾ സ്ലോപ്പും വൈ ഇന്റർസെപ്റ്റ് പറയുന്നത് നമ്മൾ ഏത് ചൂസ് ചെയ്യണം? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ഇക്വേഷൻ ചൂസ് ചെയ്യണം. അതിന്റെ ഇക്വേഷൻ എന്താണ്? y is equal to mx plus b. അവിടെ എമ്മിന് പകരം -1/2 ബിക്ക് പകരം +-3 എന്ന് പറയുമ്പോൾ -3 എന്ന് വരും. അപ്പൊ ഇങ്ങനെ എളുപ്പത്തിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ തീരുമാനിക്കേണ്ടത് ഇതാണ്, എന്ത് ഇൻഫർമേഷൻ ആണ് തന്നേക്കുന്നത് അതിന് യോജിച്ച ഒരു ഇക്വേഷൻ തിരഞ്ഞെടുക്കണം. സ്ലോപ്പും വൈ ഇന്റർസെപ്റ്റും ആണ് തന്നേക്കണമെങ്കിൽ ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പോയിന്റും സ്ലോപ്പും ആണ് തന്നേക്കണമെങ്കിൽ ഈ ഇക്വേഷൻ വെക്കണം. എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു.